കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ദുരൂഹത തുടരുകയാണ്. 5 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പുക ശ്വസിച്ചാണ് മരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തം സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതിനുശേഷം അപകട കാരണം വ്യക്തമാകും. ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തുടർ നടപടി തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിന് തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്ററൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്ന രോഗികൾ മരിക്കാൻ കാരണം പുക ശ്വസിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. പുക ഉയർന്നതിനെ തുടർന്നുള്ള മരണമല്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. എങ്കിലും ബന്ധുക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. മാനുവൽ വെന്റിലേറ്റർ സൗകര്യം കൊടുത്താണ് രോഗികളെ മാറ്റിയതെന്ന് അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ പറഞ്ഞു. UPS മുറിയിൽ നിന്ന് മുട്ടുന്ന ശബ്ദം കേട്ടു. എന്നാൽ വലിയ പൊട്ടിത്തെറിയാണ് പിന്നീടുണ്ടായത്. പൊട്ടിത്തെറിക്ക് മുൻപ് 3 തവണ വോൾട്ടേജ് വ്യതിയാനം അനുഭവപ്പെട്ടതായും നഴ്സുമാർ പ്രതികരിച്ചു. ഓവറൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് 7:50 ആയപ്പോൾ തന്നെ UPS റൂമിൽ നിന്ന് പുക വരുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സും പിന്നെ സ്റ്റാഫൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കാരണം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ ബ്രദറും കൂടെ പോയി നോക്കി. അപ്പോൾ അതിനകത്തുനിന്ന് UPS റൂമിനകത്തുനിന്ന് ആരോ മുട്ടുന്ന പോലെയാണ് തോന്നിയത്. അതിൻ്റെ അടിയിലൂടെ പുകയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ആരോ മുട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടു. കെട്ടിടം ഇന്നലെ തന്നെ പോലീസ് സീൽ ചെയ്തിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു UPSന്റെ ബാറ്ററികൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. അപകടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യം ശക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 7:45ഓടെയാണ് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് രോഗികളെ ബീച്ച് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വെന്റിലേറ്റർ സപ്പോർട്ട് കിട്ടാത്തതും അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടാത്തതും ഒക്കെ മരണകാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം ബന്ധുക്കളും പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ അത് നിഷേധിക്കുകയാണല്ലോ. പക്ഷേ മരിച്ച എല്ലാവരും വെന്റിലേറ്റർ സപ്പോർട്ടിൽ ഉണ്ടായിരുന്നവരും ആണല്ലോ. അപ്പോൾ ഈ വീഴ്ച പ്രകടമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും മഞ്ജുഷ, 3 കാര്യങ്ങളിലാണ് വ്യക്തത വേണ്ടത്. ഇക്കാര്യം ഈ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, ആശുപത്രിയിലെ സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഈ അപകടവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യയിൽ ഒരു വ്യക്തത വേണമെന്ന് നേരത്തെ ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതർ പുക ശ്വസിച്ചല്ല മരണങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമാക്കുമ്പോഴും ഈ മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് ചുരുങ്ങിയത് 3 പേരെങ്കിലും ഈ വെന്റിലേറ്റർ സൗകര്യം മാറ്റി താഴേക്ക് കൊണ്ടുപോയപ്പോഴാണ് മരണം സംഭവിച്ചത്.
അവർ പറയുന്നു. അതുകൊണ്ട് അക്കാര്യത്തിലൊരു വ്യക്തത റിപ്പോർട്ടുകളും മറ്റും പരിശോധിച്ച ശേഷം ഈ യോഗത്തിന് ശേഷം ഉണ്ടാവും എന്ന് കരുതുന്നു. മറ്റൊന്ന്, ഈ അന്വേഷണത്തിലേക്ക് നയിച്ച സാഹചര്യം കെട്ടിടത്തിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അവലോകനം ചെയ്ത് പറയും. പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ആളുകളുടെ പരിശോധന വേണം. ഇപ്പോൾ ഫോറൻസിക് വിഭാഗം കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇവയൊക്കെ ചേർത്ത ശേഷമാവും എന്താവും ഇത് സംബന്ധിച്ച ഒരു കാരണങ്ങൾ എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തുക. 3, ഈ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, മലബാർ മേഖലയിലെ തന്നെ പ്രധാന ആശുപത്രിയാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കുള്ള സമാന്തര സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബീച്ച് ആശുപത്രിയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രി പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് പരിശോധനകൾ മറ്റുമൊക്കെ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗം പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏറ്റവും സർവ്വസജ്ജമായിട്ടുള്ളത് ഈ അപകടം നടന്ന, ഈ തീപിടുത്തം നടന്ന ബ്ലോക്കിലാണ്. അതുകൊണ്ട് അവയുടെ പ്രവർത്തനം അനിശ്ചിതമായി നിർത്തിയിടുന്നത് വളരെ ദോഷകരമായി രോഗികളെ ബാധിക്കും. ഒപ്പം മറ്റു സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഇത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾക്കായി പോകുമ്പോൾ വലിയ ചെലവ് നാട്ടുകാർക്ക് വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും യോഗത്തിൽ നടക്കുന്നത്. എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവും എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. ഒരു വശത്ത് ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക്, അതായത് ഈ 2 അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം മതിയെന്ന് ആയിരുന്നു ധാരണയെങ്കിലും പിന്നീട് 3 പേർ ഈ അപകട സമയത്ത് മരിച്ചതെന്ന് കരുതപ്പെടുന്ന 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി ഇപ്പോൾ മോർച്ചറിയിൽ പുരോഗമിക്കുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.